ഹായ്. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ചെയ്യണമെന്ന് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഇതിന് ഡബ് ചെയ്യാനായിട്ട് സമയം കിട്ടിയത്. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ഓൾറെഡി മെഷീൻ എടുത്തായിരുന്നു. അപ്പോൾ ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു, ഒരു ലോക്കിംഗ് മെഷീനും കൂടെ വാങ്ങണമെന്ന്. അപ്പോൾ വല്ല ജാക്കിൻ്റെ ഒന്നും ലോക്കിംഗ് മെഷീൻ വാങ്ങുക എന്നുള്ളത് നമുക്കിപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ഗുരു മെഷീൻ നല്ലതാണെന്നും പറഞ്ഞ് ഞാനത് വാങ്ങാനായിട്ട് പോയി. അപ്പോൾ ഇവിടെ പറവൂർ അടുത്തുള്ള ഒരു കടയിൽ പോയി ഞങ്ങളത് നോക്കി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഇതേപോലത്തെ പഴയ ടൈപ്പ്, അതായത് തുടക്കം ഉണ്ടായിരുന്ന ടൈപ്പ് പോലത്തെ ആണ് ഉള്ളത്. ഇതെങ്ങനെയാണ് വെക്കണമെന്ന് വെച്ചാൽ ഇതൊരു പലകയുടെ മുകളിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് ആ പലകപ്പാടം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് പോർട്ടബിൾ ടൈപ്പാണ്. അപ്പോൾ ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഈ സാധനമുണ്ടല്ലോ, ഇത് വേറെ കേട്ടോ, മോണ എന്ന് പേരുള്ള ഒരു ലോക്കിംഗ് മെഷീനാണ്. ഇത് പോർട്ടബിളാണ്, അത് എടുത്ത് മാറ്റാനൊക്കെ സംവിധാനമുണ്ട്. പക്ഷേ ഇതേപോലത്തെ അല്ല ആദ്യം കാണിച്ചത്. അപ്പോൾ എനിക്ക് ഈ മോണ എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ, അതിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ ഈ ചേട്ടൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നൂല് കോർക്കണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് നൂല് കോർക്കണേന്ന്. ഭയങ്കര ചടങ്ങാണ് കേട്ടോ ഇതിൽ നൂല് കോർക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ എളുപ്പ പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെഷീൻ വാങ്ങുമ്പോൾ ഇതിൽ ഓൾറെഡി അവർ നൂലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെന്ന് വെച്ചാൽ ആ നൂല് ഒന്നും എടുത്ത് കളയാൻ പാടില്ല. ആ നൂലിടേണ്ട സ്ഥലത്ത് കറക്റ്റായിട്ട് ഇട്ടിട്ട് ഓരോ നൂലും അതിൽ ഫിക്സ് എന്താ പറയുക, എല്ലാ ഹോളിൽ കൂടി അവർ തന്നെ കയറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇന്നത് കൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുമായി വെറുതെ ഒന്ന് കെട്ടിട്ടിട്ട് വലിച്ചെടുത്താൽ മതി. ഇപ്പോൾ ചേട്ടൻ കാണിക്കുന്നുണ്ടോ, അതേപോലെ വലിച്ചെടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആരും ഇങ്ങനത്തെ മേടിക്കാമെന്ന് വെച്ചാൽ ഫസ്റ്റ് അതിൽ കാണിക്കുന്ന നൂലെടുത്ത് കളയാൻ പാടില്ല. ഇതിലത്തെ നൂല് കോർക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ എനിക്കത് ആദ്യം തൊട്ട് കയറ്റണത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് കാണിച്ച് തരുന്നതാണ് കേട്ടത്. ഇത് മുഴുവൻ കാണാന്ന് വെച്ചാൽ കുറേ നേരം എടുത്തിട്ടാണ് ഈ ചേട്ടൻ ചെയ്യണത്. പിന്നെ ഇതിലൊരു എന്താ പറയുക, ഒരു കാര്യം, ഞാൻ ഇത്രയൊക്കെ ആ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഈ മെഷീൻ വാങ്ങിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം എനിക്ക് ഈ മെഷീൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ കാണിച്ചില്ല കേട്ടോ, അതിൻ്റെ സ്റ്റിച്ചിങ് നോക്കി, ഇതിൽ വരുന്ന സ്റ്റിച്ചിങ്ങും ഗുരു ആ തുടക്കം കാണിച്ച മെഷീനിലെ സ്റ്റിച്ചിങ്ങും ഞാൻ കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ആ രണ്ട് വ്യത്യാസമുണ്ട്. ഗുരു മെഷീൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് അതായത് നല്ല സൂപ്പറായിട്ട് ഭംഗിയിൽ വരുന്നുണ്ട്. ഈ മെഷീനിൽ അത്ര നല്ല നീറ്റായിട്ട് വരുന്നുണ്ടായില്ല. അതാണ് ഞാനിത് വാങ്ങാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം. ശരിക്കും എനിക്ക് ഈ മെഷീൻ ഞാൻ 1-2 സ്ഥലത്തൊക്കെ പോയി നോക്കി. അങ്കമാലിയിൽ നോക്കി, ആലുവയിൽ നോക്കി, എൻ്റെ അടുത്തുള്ള എല്ലാ കടകളിലും നോക്കി, കിട്ടിയില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, കോയമ്പത്തൂരുള്ളൊരു കട, അവരെ വിളിച്ച് സംസാരിച്ച് ഗുരുവിൻ്റെ ആ സെയിം സാധനം ഇതായി കാണിച്ചിരിക്കുന്ന പോലത്തെ ഐറ്റം എനിക്ക് കിട്ടി. അത് ഞാൻ വാങ്ങി, പോർട്ടബിളായിട്ടുള്ള സംഭവം കിട്ടി, വെച്ചു. ഇപ്പോഴും ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഗുരുവിൻ്റെ മെഷീൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും ആണ് താനും. 7500 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അതിനും കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഡിഫറൻസ്. ഈ വൈറ്റ് കളറിലിരിക്കുന്നത് ഗുരു മെഷീനിൽ ചെയ്തതും ആ ബ്ലൂ കളറുള്ളത് മറ്റേ മോന മെഷീനിൽ ചെയ്തതും രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഗുരു ആണ് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ചിങ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഗുരു മെഷീൻ സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.